പ്രഭാതത്തിലെ വാർത്തകളിലേക്ക് കടക്കണം. പതിവ് പോലെ തന്നെ സൈഫുന്നിസ അലിയാരാണ് ചേരുന്നത്. സൈഫു, എന്തായി കാര്യങ്ങൾ? ഉഷാറല്ലേ? ഗുഡ് മോർണിംഗ് പറഞ്ഞങ്ങ് തുടങ്ങട്ടെ. അത്രയങ്ങ് വെളുത്തിട്ടില്ല ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരെ ഒരു അരുൺകുമാറൊക്കെ ചോദിക്കായിരുന്നു ഇന്ന് എന്താണ്. സോറി, പറഞ്ഞോളൂ. ഇന്ന് സൺഡേ ആണ്. സൺഡേ രാവിലെ 6 മണിക്ക് വന്ന് ലൈവ് നിൽക്കുന്നതിന്റെ ഒരു ചെറിയൊരു വിഷമേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സൺഡേ ഹാപ്പി മൂഡാണ്. അതെ, അതൊരു വിഷമം തന്നെയാണ്. നോക്കൂ, ഈ അരുൺകുമാർ എന്ന് പറയുന്ന പ്രേക്ഷകരൊക്കെ പറയുന്നത് ഇന്ന് എന്താണ് നേരം വെളുക്കാത്തതെന്ന്. ഞാൻ നേരത്തെ റോഷിയോടും ചോദിക്കായിരുന്നു. റോഷി വാലി ലൈവ് നിൽക്കുമ്പോഴും നേരം അങ്ങ് വെളുത്ത് വരുന്നില്ല. അതേപോലെ തന്നെ സൈഫുന്നിസ നിൽക്കുമ്പോഴും അങ്ങനെ അങ്ങ് നേരം വെളുത്തിട്ടില്ല അല്ലേ സൈഫു? അതെന്താ കാരണം എന്നറിയോ റോഷ്നി? കാർമേഘം കൊണ്ട് നമുക്ക് മനസ്സിലാകാത്തതാണ്. രാവിലെ ചെറിയ മഴയൊക്കെ എറണാകുളത്ത് പെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത്. കാരണം നന്നായി മഴ, നമ്മൾ സ്കൂട്ടറിലൊക്കെ വരുമ്പോൾ നന്നായി മഴ അടിച്ചു വരുന്ന പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തൂകുന്നുണ്ടായിരുന്നു മഴ. വലിയ മഴയല്ല എങ്കിൽ പോലും ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് ആ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ നിന്ന് ചൂടുള്ള വാർത്തകളിലേക്ക് അങ്ങ് കടക്കാം അല്ലേ സൈഫു? ഇപ്പൊ ഇന്നലെ സംഭവിച്ചതിന്റെ ഒരു ചൂടുള്ള വാർത്ത തന്നെയായിരുന്നു. അതായത് കൂത്താട്ടുകുളം നഗരസഭയിലെ നാടകീയ സംഭവങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കൗൺസിലർ കലാരാജുവിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണം. ഈ CPIM നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും CPIM നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കലാരാജുവിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഈ കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ഇന്നലെ വോട്ടിനിടാനിരിക്കുകയാണ്. CPIMനെതിരായി വോട്ട് ചെയ്യും എന്ന സംശയത്തിലാണ് ഈ CPIM കൗൺസിലർ കൂടിയായ കലാരാജുവിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തത്. കാല് വെട്ടിക്കളയുമെന്ന് CPIM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ കലാരാജുവിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വധശ്രമം അടക്കമുള്ള കേസുകൾ പോലീസ് ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ കലാരാജു ഉള്ളത് ഇവിടെ കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനിയുള്ള അടുത്ത നീക്കങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയാൻ കഴിയും കലാരാജുവിന്റെ.